The Book of Guides Experience. പെൻസിൽ ഉണ്ടല്ലോ. ഇതാണ് The Book of Pencils, a lavishly decorated copy in Latin. The four pencils ഇതിന് ബ്ലാക്ക് കളർ, ലാം ബ്ലാക്ക്, ബിസ്ട്രോ, അക്കേഷ്യ ഗം, വൈറ്റ്, ബ്ലൂ ഇതെല്ലാം കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഓഹൻ സ്റ്റോൺസ്. ഇത് ഒരു ഓഹൻ സ്റ്റോൺ ആണെന്ന് തോന്നുന്നു. ഓഹൻ സ്റ്റോണിനകത്ത് വരുന്നത് ഒരു ലൈൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ലാഷസ്, അല്ലെങ്കിൽ ഡോട്ട്സ് എന്ന് പറയുന്നതെല്ലാം എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. മോർണിംഗ് ഡാർക്ക്നെസ് ടു ലൈറ്റ്. ഇതെല്ലാം അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണല്ലേ. എങ്ങനെയാണ് ട്വൻറ്റി കോളേജിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിനെങ്ങനെ പ്രിസർവ് ചെയ്ത് കോളേജിൽ മറ്റും കൊടുക്കാനൊരു വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്തിട്ട് റിസർവ് ചെയ്യുന്നത്. ലാസ്റ്റ് വോളിയം സെഞ്ചുറി ആഫ്റ്റർ എക്സ്റ്റൻഷൻ ഡിസ്കഷൻ. He designed the constellations so that the leaves of the book would open without any stone on them. His design spans to ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഈ ബുക്ക്. ചില ബോക്സ് അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യുന്ന പ്രഷർ ബോക്സസ്. ഇത് മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ്. ഇത് സിനിമക്കാൻ ദ ബുക്ക് ഓഫ് ഗൈഡ്സ് ഈസ് റിട്ടൺ ഓൺ കാഫ് സ്കിന്നിലാണ്. കാഫ് സ്കിൻ യൂസ് ചെയ്താണ് ഈ ബുക്ക് കൈക്കെടുത്തിട്ടുള്ളത്. ടു പ്രിപ്പയർ വെലം. ഈ വെലം എന്ന് പറയുന്നതാണ് കാഫ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാഫ് സ്കിൻ പ്രിപ്പയർ ചെയ്യണം ആദ്യം. ആ കാഫ് സ്കിൻ പ്രിപ്പയർ ചെയ്യുന്ന രീതി ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ കാഫ് സ്കിന്നിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സ്കിൻസ് വെയർ നോർമലി കട്ട് ടു ഫോം ബൈ ഫോളിയ അയക്കി മാറ്റുക. എന്നിട്ട് ഓരോ പേജും എങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കറക്റ്റ് ഇതാ വച്ചിട്ടുണ്ട്, കണ്ടോ. ഈ ഒരു കാഫ് സ്കിൻ റെപ്രസെൻറ്റഡ് എ വാല്യുബിൾ റിസോഴ്സ്. It has been calculated that the Book of Guides in its original state used the skins of around 185 calves. The scribes made use of available skins, whether they were perfect or not. Some leaves were disfigured by sizable holes created in the ഇങ്ങനെ റൈറ്റിംഗ് ആൻഡ് ബൈൻഡിങ് മെറ്റീരിയൽസ്, അതിനെക്കുറിച്ച് ഇവിടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് അത് ചെയ്തെടുത്തതെന്നുള്ളത്. കണ്ടോ, എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ അല്ലേ? നമുക്കവിടെ പോയി വായിക്കാം. Describe. A hedge of trees surrounds me. A blackbird sings sweetly. Above my well-ruled book, the birds. കണ്ടോ ആ പാട്ട് ലാറ്റിനും കൂടെ ചേർത്ത് എഴുതിയേക്കുന്നത്, അതുകൊണ്ട് അത് വായിക്കാൻ പറ്റാത്ത. അത് ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് വായിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മൾ റൈറ്റിംഗ് ആൻഡ് ബൈൻഡിങ് മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കിയത്. ഇവിടെ മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ് എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ക് എങ്ങനെയാണ്, അതിൻ്റെ പിഗ്മെൻറ്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നത്, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കൊള്ളാം കേട്ടോ, അടിപൊളി. ക്ലാസ്സിനകത്തുള്ള പേജസ് റോ പേജ് CHIRHO.
ഇതിനകത്തുള്ള കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ബുക്ക് ഓഫ് ഡ്യൂറോ. ബുക്ക് ഓഫ് ഡ്യൂറോ ഇരിക്കുന്നുണ്ട്. അടിപൊളിയാട്ടോ, വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. ബുക്ക് ഓഫ് ആർമ. ഓക്കെ, അതിനകത്തുണ്ടോ വായിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് കൊള്ളാമല്ലോ. ആ ബുക്കിലുള്ള അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം എഴുതിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ നല്ലൊരു അടിപൊളി ഇതെല്ലാം അതിനകത്ത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹൂ മെയ്ഡ് ദ ബുക്ക്, ദ സ്ക്രിപ്റ്റ്സ്, ദ ആർട്ടിസ്റ്റ് സ്ക്രൈബൽ ടെക്നിക്സ്. ഇവിടെ സെലക്ട് ആൽഫബറ്റ് ഫ്രം ദി ബുക്ക് ഓഫ് ഗൈഡ്സ്. ഇങ്ങനെയാണ് കേട്ടോ. ABCD EFG ഒക്കെ കണ്ടോ. അതായിരിക്കും ഇങ്ങനെയായിരിക്കും BCD അയ്യോട് ചെയ്യുന്നവരും ഇങ്ങനെയാണ് Q കേട്ടോ. QRSTUVW ഇല്ല കണ്ടോ. W കാണാനില്ല. UVXZ ഡെക്കറേറ്റഡ് വാൾസ് ഫ്രം ദ ബുക്ക് ഓഫ് ഗൈഡ്സ്. ട്യൂണിക് എല്ലാം മനസ്സിലായി അല്ലല്ലേ? മനസ്സിലായി കാണും. മനസ്സിലായില്ലെങ്കിൽ പറ്റൂലേ? അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നോ ഫോട്ടോഗ്രാഫി ഓഫ് ദ ബുക്ക് ഓഫ് ഗൈഡ്സ്. പിന്നെ ഞാൻ ഓഫീസ് വയ്ക്കാം. ശരി, കയറാൻ പോവാണ്. നിഗൂഢമായി അതിനകത്ത് ഫോട്ടോ കൂടാ. സോ നമുക്ക് ലോങ് റൂമിലോട്ട് പോകാം. ഈ പടികളൊക്കെ കയറി ലോങ് റൂമിലോട്ട് പോകാം. എവിടെ? അയ്യോ, നോക്കിക്കേ, ഐറിഷ് ലിനൻ ഹൗസ് കണ്ടോ. അയ്യോ, ഇത് കാണാൻ പറ്റുന്നില്ല മൊത്തത്തിൽ. കണ്ടോ, ദ ഓൾഡ് ലൈബ്രറി റീഡെവലപ്ഡ് പ്രോജക്റ്റ് ആൻഡ് കണ്ടോ അതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ട്. The Irish Linen House Book of Kells collection inspired by the illuminations in the Book of Kells. The old library, science, reading room. Super. കണ്ടു എർത്ത്. വാ, കൊള്ളാലോ, അടിപൊളി. എൻ്റെ അമ്മ കിട്ടിയില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് ദ ലോങ് റൂം ഫെഡറൽ ലൈബ്രറി സ്കൾപ്ചേഴ്സ് ലുക്ക് ഔട്ട് ഫോർ. എന്തോ ഇതാണ് ഞാനിപ്പോൾ നേരിട്ട് ഇപ്പോൾ കണ്ട കാര്യം. അടിപൊളി. ഞങ്ങൾക്ക് പണ്ടത്തത് കൊള്ളല്ലേ? അത് എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി എൻ്റെ അടുത്തൂടെ പോകുമ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു തരണേ. ഇവിടെ ഗൈഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഗൈഡ് സൂപ്പർ. പണ്ട് ഈ ലൈബ്രറി ആയിരുന്നു പണ്ട് ഇവിടെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഉപയോഗിച്ചിരുന്നത്. ആ സമയത്ത് നോക്കിക്ക് അവിടെ ലാഡറൊക്കെ ഉണ്ട്. ആ ലാഡറിലൊക്കെ കയറിയായിരിക്കും അവർ ആ മേളിലുള്ള ബുക്ക് എടുത്തിട്ടുണ്ടാവുക. കണ്ടോ, അവിടെ ലാഡർ ഇരിക്കുന്നത് കണ്ടോ. എന്തുമാത്രം പൊക്കത്തിലാണ് പൈൽ ഓഫ് ബുക്സ്. ഇത്രയും പൊക്കത്തിരിക്കുന്ന ബുക്സ് എല്ലാം അതിലാവശ്യമുള്ളത് കണ്ടുപിടിക്കുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആയിരിക്കും തീർച്ചയായിട്ടും. കണ്ടോ ഒരു സ്പൈറൽ. ഇവിടെ എൻ്റെ മുകളിൽ പോകാനാണ് കേട്ടോ. കണ്ടോ എൻ്റെ മുകളിൽ പോകാനായിട്ടൊരു സ്പൈറൽ. കണ്ടോ, ബുക്ക് കാണാമോ? കണ്ടോ ബുക്സ്. ഓ, എത്ര വർഷം പഴക്കമുള്ള. കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദി എക്സ്പീരിയൻസ് ഓഫ് എൻ്റെ മേൽഭാഗം കണ്ടോ എന്ത് പൊക്കാണ്. സോക്രട്ടീസ്. നമ്മൾ സോക്രട്ടീസ്
ഇതിലൊക്കെ പരിചയമുള്ളൂ. അതിലിതാ ഒരാളിവിടെ ഇരിപ്പുണ്ട്. സോക്രട്ടീസിനൊക്കെ ഉണ്ടോ? അതാണ് സോക്രട്ടീസ്. നമുക്കിവിടെ ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പ്ലേറ്റോ എന്തുമാത്രം കാര്യങ്ങൾ പഠിക്കുന്ന സമയത്തിന് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചതാ. മിൽട്ടൺ, ഈ പേരുകളൊക്കെ നല്ല കേട്ട് പഠിച്ചു. മിൽട്ടൺ റോഡൊക്കെ ഉണ്ട് ഇവിടെ. മിൽട്ടൺ ഇതാ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇതാ ഈ കണ്ണകത്ത് എത്തി നോക്കുന്നു. ഇതാണ് ഐറിഷ് പബ്ലിക്. അതല്ല ഇവിടെ ബെഞ്ചിരിക്കുന്നത് വെറുതെ അവിടെ ഇരുന്ന് നമുക്ക് ബോറടിക്കൊന്നുമില്ല കേട്ടോ. ചുമ്മാ ഇരിക്കുന്നതല്ല. അതിനകത്തെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സ്ക്രീനിൽ കുറേ കാര്യങ്ങൾ കാണാമല്ലോ. കണ്ടോ? അപ്പം ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയറായിട്ട് കാണാൻ പറ്റും. കാണാമോ? കണ്ടോ? ഓരോന്നിനകത്തും ഇത് വെച്ചിട്ടുണ്ട്. ആ എർത്താണ് പൊളിച്ചത്. കണ്ടോ? നമ്മുടെ അതിനകത്ത് ആ വീഡിയോ കൊണ്ട് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. മേൽഭാഗം ഇവിടെയുള്ള ബുക്സൊക്കെ മാറ്റിയിട്ടുണ്ട്. പ്രിസർവേഷൻ പർപ്പസിന് വേണ്ടി വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റി. കണ്ടോ? നമ്മൾ അടുത്തോട്ട് പോവുക. ഇപ്പോൾ നമ്മുടെ എർത്തിൻ്റെ ഇതിവിടെ കണ്ടോ? ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ആ ബുക്കിനെ എന്തുമാത്രം നല്ല രീതിയിൽ അവർ പ്രിസർവ് ചെയ്യുന്നതെന്ന് കണ്ടോ? ആ ചെറിയ പൂപ്പൽ പോലും ക്ലീൻ ചെയ്ത് വാക്യൂം ചെയ്യുവാണ്. നീറ്റാക്കി അത്രയും കെയറോടുകൂടി സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? കിടിലമായിട്ട് ക്ലീൻ ചെയ്യുക. കണ്ടോ? പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ നിന്നാൽ മാത്രമേ അത് അത്രത്തോളം മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ജസ്റ്റ് പറയുന്നത് കൊണ്ടോ ജസ്റ്റ് എന്തെങ്കിലും കാണിക്കുന്നത് കൊണ്ടോ ഒന്നും ആകത്തില്ല. അത്രയ്ക്ക് കാര്യങ്ങളിവിടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടിപൊളി. ഞാനിപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. എൻ്റെ തലയുടെ മേലുള്ള ഫ്രാങ്ക്ലിൻ. ഞാൻ എൻ്റെ അടുത്തെത്തി. ഡോക്ടർ പാർണൽ. ഞാനിവിടെ അടുത്തെത്തി. സയ്യ കണ്ടൂടാ. ഇതാണ് ബുക്ക്. ഇവിടെ എന്തോ വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഫേമസ് അയർലൻഡിൻ്റെ ഐറ്റം. ഹാർപ്പ് അല്ലേ? പ്ലങ്കറ്റ്. ഇതിങ്ങനെ കുഞ്ഞായിട്ട് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചെറുതായി മൂവ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ആ ഒരു യത്ത് പോലെ ചെയ്ത് വെച്ചിരിക്കാൻ തൊട്ടടിയില്ല. അടിപൊളിയാട്ടോ. പക്ഷെ കാണാൻ സൂപ്പർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഹാർപ്പാണ് ഇവിടെ ഉള്ളത്. ഒരു ഹാർട്ട് കണ്ടോ? കണ്ടില്ല? കാണാവോ? സ്ട്രിങ്സ് എല്ലാം ഉണ്ട്. ഇറങ്ങാൻ പോവാണേ. അതിന് മുമ്പ് ഒന്നും ഇവിടെ കണ്ടോ നമ്മുടെ ഭൂമി അടിപൊളിയായിട്ടില്ല. അത് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് പോവാ. അടിപൊളിയല്ലേ? ഡീപ്പായിട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് ഇറങ്ങാം. വുഡൻ സ്റ്റെപ്പാണ് കേട്ടോ. വുഡൻ സ്റ്റെപ്സാണ്. ഇവിടെ എന്താ? ദ റെഡ് പവലിയൻ നെക്സ്റ്റ് ചാപ്റ്റർ 2. എവിടെ പോകണം? നല്ല വീട്ടിൽ പണ്ടത്തെ വുഡൻ സ്റ്റെപ്പ് പുറത്തിറങ്ങി. ഇത്
അതെടുക്കാം. ഇത് വാങ്ങിക്കാം അല്ലേ? അടിപൊളി, നല്ലൊരു ഓർമ്മയ്ക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അതിനാണ് ട്രിനിറ്റി കോളേജിൽ അവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു പോസ്റ്റ് കാർഡ് വാങ്ങിച്ചു. കണ്ടോ, നല്ല ഭംഗി. അവിടെ നമ്മളുടെ ഈ ബിൽഡിങ്ങിനകത്തായിരുന്നു ഇത്രയും നേരം. കണ്ടോ, ഒരു വലിയൊരു ബിൽഡിങ്ങായത്. എന്താ ഇത്ര ഇരുട്ട്? ആ ബിൽഡിംഗ് നോക്കിക്കേ, നല്ല ഭംഗിയുണ്ട്. ആ ബിൽഡിംഗ് എന്തിൻ്റെയാ? ആ ബിൽഡിംഗ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ്. സോഷ്യൽ സയൻസ് അത് ശരിക്കും ഹാരി പോട്ടറാണ്. ആണോ? ഹാരി പോട്ടർ പോലെയാണോ? നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റില്ലല്ലേ? ആ കുട്ടികൾക്ക് മാത്രമേ പറ്റൂ. നമുക്കത് കയറാൻ വേണ്ട, പക്ഷെ നമ്മൾ 3D എക്സ്പീരിയൻസ്. ഓക്കെ, ഷോപ്പ്. നമുക്കിനി ഈ അറാട്ട് ബിൽഡ് ദ ബുക്ക് ഓഫ് കെൽസ് എക്സ്പീരിയൻസ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ബിൽഡിങ്സ്. ഇരുട്ട് വന്നു. സീക്രട്ട് ലൈഫ് ഓഫ് ദ കളക്ഷൻസ്. എന്താ ഇതെവിടുന്ന് സൗണ്ട്? ഇതിനകത്ത് ഷീസ് ടോക്കിംഗ്. ഓ, ഇതാ അടയാണ്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അട. അട ലവ്ലീസിനെ കാണോ? ഇതാ ഇരിക്കുന്നു അട ലവ്ലീസ്. ഇവരെല്ലാരും സംസാരിക്കുന്നുണ്ടല്ലോ. I published a book in 1792 called A Vindication of the Rights of Women, in which I argued that withholding education from women has allowed men to look down on them and treat them as inferior throughout history. But a properly educated woman is in every sense the equal of an educated man. And education is only one of many rights that men and women should share equally. I hope this at least has changed in the years since my lifetime. Who is the youngest here? Who died most recently, I mean? അടുത്ത ആൾ സംസാരിച്ചു തുടങ്ങി. നമുക്കിനി അങ്ങോട്ട് പോവാം. നീ പറഞ്ഞു കഴിഞ്ഞോ? But I was certainly allowed an education. My name is Dr. Rosalind Franklin, and I was a scientist, a chemist. Amongst other things, I studied the structure of crystals to see how chemicals combined. Not at all. It's science, the study of the elements that make up the substance of the material universe and how these elements combine. Then who's going to talk next? Who's next? Socrates. Socrates, are you the next one to talk? Maybe the one? No. Newton. Newton is talking now. Come. Newton. Newton സംസാരിച്ച് കഴിയും. I was curious about conversation actually happened. I wanted to see if there was substance in the ancient ideas of alchemy, but I also wondered why apples fell to the ground while the moon continued to spin above us. Why did it not fall down upon us? Why did the planet stay in orbit round the sun? I guess the things. But you say I am the father of modern science. Have some of my ideas survived? Absolutely. She's touching. We still call them Newton's laws. രണ്ടുപേരും പെട്ടെന്ന് സംസാരിക്കുക. അതുകൊണ്ട് രണ്ടുപേരെയും കൂടി ഓടിപ്പോയി കേൾക്കണം. ഇവിടെ കണ്ണെത്തുന്നുണ്ട്. ഇതാണ് ഡിസിപ്റ്റ്. ഓക്കെ, ന്യൂട്ടൻ, ഞാൻ പോട്ടെ. And you, madam, did you have the privilege of discovering something? ഓക്കെ, അപ്പോൾ ശരി. ന്യൂട്ടൻ, പിന്നെ കാണാം. ഷേക്സ്പിയർ. വാ, കണ്ടുകൂടല്ലേ? സൂപ്പർ. കൂടാതെ കളക്ഷൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, എന്ത് രസമാണ് ഇത് കാണാൻ. ഇതൊക്കെ ആരാ? എനിക്കറിയില്ല. ഹായ്, സാമുവൽ ബെക്കറ്റ്. ഇതൊക്കെ എന്താണ്? ബുക്സാണോ? വോയേജസ് ഓഫ് ഡിസ്കവറി. വാ, കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ലൈബ്രറി ആണോ ഇത്? ഇത് ലോങ് റൂമാണോ ഈ കാണിക്കുന്നത്? ലോങ് റൂമാണോ? എന്നാൽ അന്ന് അത്രയും ഹൈറ്റ് ഇല്ലല്ലേ ആ റൂഫിന്? പിന്നീടാണ് അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ,
അതാണ് ആ ലാഡേഴ്സ് വരുന്നത്, പിന്നെ ചെയ്ത അങ്ങനെ പിന്നീടല്ലേ സ്പൈറൽ ലാഡർ അതൊക്കെ പിന്നീടായിരിക്കും ചെയ്തത്. അവിടെ ബെഞ്ച് പോലും ഇല്ല, ഒരു നിന്ന് അതൊക്കെ കഴിച്ച് വായിക്കുന്നു. നമ്മൾ സ്ട്രീറ്റ് ലാമ്പിന് താഴെ നിന്ന് പഠിച്ചെന്ന് പറയൂലേ. ഹാപ്പ് എൻ്റെ വീടിൻ്റെ ഒരു ഹാപ്പ് പോസ്റ്റ് ഉണ്ട്. ഒരു ഡ്രമ്മാണ്. എന്താണ്? ഓർക്കസ്ട്ര ഓഫ് ഒബ്ജക്ട്സ്. ഓൾ ലൈബ്രറി ഈസ് നോട്ട് ഓൺലി ഹോം ടു ബുക്സ് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ബട്ട് ഓൾസോ ഹിസ്റ്റോറിക് ഒബ്ജക്ട്സ് ദാറ്റ് ആഡ് ടു ഇറ്റ്സ് പ്രഷ്യസ് കളക്ഷൻസ്. അവിടെ സൗണ്ട് ആ ബീറ്റ്സ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ, നമ്മുടെ പണ്ടത്തെ ടൈപ്പ് റൈറ്റർ അല്ലേ ഇത്? കണ്ടോ ഇവിടെ ടിങ് 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 ആക്കുമ്പോൾ കണ്ടോ എഴുതി കാണിക്കുന്നത്. ടിങ് 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 ടിങ്. സൂപ്പർ 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 സൂപ്പർ. കണ്ടോ ടൈപ്പ് റൈറ്റർ കണ്ടോ. ഓ അവിടുത്തെ ലേസർ ബീം ഇവിടെ ചെയ്യുന്നതാ. നല്ല മ്യൂസിക്കിൻ്റെ ആ നോട്ട്സായി കണ്ടോ. ജാക്സൺസ് ബോട്ട് ലൈൻ ഇവിടെയും കൊള്ളാലോ. കണ്ടോ ബുക്ക് അടിപൊളി. അയർലൻഡ്സ് ഫ്രണ്ട് റൂം. ഇത് പൊളിച്ച് കാളൊക്കെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ ഇവിടെ കണ്ടു. കാണിച്ചരാ എൻ്റെ കിട്ടില്ല. ഈ ബുക്സിലെ ഓരോ പേജസും ഇങ്ങനെ അങ്ങ് ഡിസപ്പിയറായി പോയി 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 ആ വോളിലേക്ക് അത് പ്രത്യക്ഷമാവുക. കണ്ടോ? Book of Kells 368-minute film. No one knows exactly how old it really is. Beside the sea, he established his community of monks, a school for missionaries, and a scriptorium in which the word of God was written on vellum. The book contains the 4 Gospels from the Christian New Testament in Latin. Masterfully illustrated, its making was itself an act of devotion to God. Elaborate Celtic spirals combined with images drawn from Christian beliefs. ഇങ്ങനെ കാണിച്ചു തരും. ഇത് മൊത്തത്തിൽ ഫുൾ സ്ക്രീനാണ്. On its pages, fantastical intertwining creatures inhabit the same world as animals that the scribes might have seen every day. Were produced in monasteries influenced by the Irish Church across Europe. But the Book of Kells is seen as the finest example of them all. The text was written using natural inks and pigments, and it is believed that just a few scribes were involved in writing all the words that the Book of Kells contains. But the book was made in dangerous times. Viking raids were frequent,
with many battles and much destruction. In these early days, the Vikings were devotees of their own Old Norse religion, and they had no care for Christian symbols or communities. Nothing was safe from their attacks, which came with little warning. At first, the monks of Iona endured these destructive raids, but at last they risked all and fled across the stormy seas to Ireland, carrying the book with them. A single wave could easily have swept them and the precious book away. അത്രയും സ്റ്റഡീസ് ഉണ്ടായിരുന്നത്. But they were fortunate. They came to Ireland's east coast, where they were greeted by gentle green countryside, a place of farming communities. Still in search of safety, they travelled 30 miles inland to a new Columban monastery at Kells in County Meath. The book became part of religious life in Kells, and it was revered as a great relic. It's even possible that work on the book continued there. But it proved no safer. The book was stolen, thought lost forever, and then found months later buried underground. Its casing, which is believed to have been ornamented with gold and jewels, was never seen again. But thankfully, the rest of the book survived. Returned to the church at Kells, the book remained there until civil unrest meant that it was safe there no longer. In 1661, the Bishop of Meath gifted it to Trinity College, Dublin, where it remains to this day. Scholars and visitors alike have studied it ever since, contemplating its meaning and ever in awe of the beauty of the world-famous manuscript. ഇനിയുണ്ടോ നെക്സ്റ്റ്? ഇല്ല, എക്സിറ്റ് ആണ്. ഞാൻ എന്താ ഇത് വാങ്ങിയിട്ടു. ഇതാ പർപ്പിൾ കളറായിരുന്നു. ഞാൻ കയ്യിലിട്ട് നോക്കി, ആ കളർ മാറി, പെട്ടെന്ന് കളർ മാറി. പർപ്പിളായിട്ടിരിക്കുന്ന എല്ലാ റിങ്സും ഓരോരുത്തരുടെ കയ്യിലും ഓരോ രീതിയിലായിരിക്കും കളർ ചേഞ്ച് ഉണ്ടാവുക. അതായത് ഞാനിപ്പോൾ ഈ പർപ്പിൾ ഇട്ടപ്പോൾ എൻ്റെ ആ നടുക്ക് ആ കളർ മാറി മാറി വരുന്നുണ്ട്. അതിന് ഓരോ കളർ ചേഞ്ചിനും ഓരോ അർത്ഥവും ഉണ്ട്. കൊള്ളാല്ലേ? ഒരു വ്യത്യാസമായിട്ടൊരു കാര്യം. ഉണ്ടേ, ഞാനിപ്പോൾ ട്രിനിറ്റിയുടെ അകത്താണ് കണ്ടോ. അപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടോ, ഒരു ബിഗ് ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് വൈബ്സ് എല്ലായിടത്തും. അതിന് ട്രിനിറ്റിയുടെ പുറത്തെത്തി കണ്ടോ, ലൈറ്റൊക്കെ ഇട്ടതാ കാണാവോ? ശരി, അപ്പോൾ ബൈ 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 ഓൾ, ടേക്ക് കെയർ, ബൈ.